ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ നന്ദിനി ആ നിലവറയിൽ കയറാട്ടോ. അല്പസമയം കഴിയുമ്പോൾ ആ ഡോറ് താനെ അടയും. നന്ദിനിക്ക് ആകെ പേടിയാവും. വിനയേട്ടാ, വിശ്വേട്ടാ, വിക്രം എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ഉച്ചത്തിൽ വിളിച്ച് പേടിച്ച് നിൽക്കുകയാണ് അവിടെ. ഈ സമയം അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് മറ്റു കുടുംബങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് തിരിച്ചു പോരുക. അപ്പം മോളോട് മാഷ് ചോദിക്കും, മോളെല്ലാ സ്ഥലവും കണ്ടില്ലേ? അങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ ശ്രീ ചോദിക്കും, അല്ല നന്ദിനി എവിടെ? അല്ല, അവൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. വിക്രം പറയും, ഇനി ആ നിലവറയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? വിനായകൻ പറയും, ആ പോത്ത് അതല്ല, അതിനപ്പുറവും ചെയ്യും എന്ന് പറഞ്ഞു വിക്രവും വിനായകനും വിശ്വവും കൂടെ അവിടുന്ന് പോകും. ഈ സമയം മാഷ് ചോദിക്കും, എന്തു പറ്റി? വേദ പറയും, ഇവിടെ നിന്ന് ഒരു തുരങ്കം പത്മനാഭ ക്ഷേത്രത്തിലെ നിലവറയിലേക്ക് ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. നന്ദിനി അടുത്ത് അത് അന്വേഷിച്ചു പോയി തോന്നുന്നു. കമല പറയൂ, ഇങ്ങനൊരു വെട്ടിപ്പെണ്ണ്. മാഷ് പറയും, വീട്ടിയായതുകൊണ്ടല്ല, ആർത്തി കൂടിയതുകൊണ്ട്. നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഇവരവിടുന്ന് പോവാണേ. ഇതേ സമയം വിക്രവും വിനായകനും ഒരു സ്ഥലത്തും വിശ്വം വേറെ സ്ഥലത്തും തിരയണേ. എവിടെ തിരഞ്ഞിട്ടും കാണുന്നില്ല. അങ്ങനെ വിക്രവും വിനായകനും വീണ്ടും ഒരു സ്ഥലത്ത് തന്നെ എത്തിപ്പെടണേ. വിക്രം പറയും, അവിടെയൊന്നുമില്ല. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ വിനായകൻ ഒരു കോള് വരാട്ടോ. അതെ, വിനായകനാണേ, നന്ദിനിന്റെ ഭാര്യയാ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. വിക്രമിനോട് പറയും, എടാ നന്ദിനി സെക്യൂരിറ്റി ഓഫീസിലുണ്ടെന്ന്. എന്തൊരു കഷ്ടം, വാടാ എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ട് ചെല്ലണേ. അങ്ങനെ ഇവർ ചെല്ലുമ്പോണ്ടാവും സെക്യൂരിറ്റിയുടെ അടുത്തും പോലീസിൻ്റെ ഉണ്ട് കൂടെ കേട്ടോ. നന്ദിനി ഇങ്ങനെ വിനയേട്ടാ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. സാറേ, ഞാനാ വിനായകൻ. അപ്പോഴേക്ക് വിഷു അങ്ങോട്ട് എത്തുന്നുണ്ട്, ദാ നിൽക്കുന്നു എന്ന് വിശ്വം പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയും, ഇവരെവിടെയാ കയറിയതെന്ന് അറിയോ? ആ നിലവറയ്ക്കകത്ത് കയറിയാലേ ശ്വാസം പോലും കിട്ടത്തില്ല. നന്ദിനി പറയും, ഞാൻ വെറുതെ ഒന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ, പുറകുന്ന് ആരോ അടച്ചതാ. ആ സാറ് പറയും, നിങ്ങൾ അകത്ത് കയറിയപ്പോ ആ ഡോറ് തനിയെ ലോക്കായതാവും, ആരും അടച്ചതാവില്ല. നന്ദിനി എപ്പോഴും പറയും, സത്യമായിട്ടും എന്നെ പുറത്തുനിന്ന് ആരും അടച്ചതാ. അപ്പൊ അവര് പറയും, അനധികൃതമായിട്ട് അകത്ത് കയറിയതിന് എത്ര രൂപ പിഴ അടയ്ക്കണം എന്നറിയോ? വിനായകൻ വേഗം ബാഗ് മാറ്റും. വിക്രം പറയും, സാറേ അറിയാതെ പറ്റിയതാ. ആ ഉദ്യോഗസ്ഥൻ പറയും, കുറച്ചുകൂടെ സമയം കഴിഞ്ഞിരുന്നെങ്കിൽ ശ്വാസം മുട്ടി ചത്തുവായനെ, പിന്നെ ഞങ്ങൾക്കാവും പുലിവാല്. വിശ്വം പറയും, സാർ പ്ലീസ്, ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കാം, ഒരു ഇഷ്യൂ ആയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അവിടുത്തെ സെക്യൂരിറ്റി പറയും, ഇവർക്ക് എന്താ ബുദ്ധിയും ബോധവും ഇല്ലേ? അവിടെ എഴുതി വെച്ചത് എന്താ, വായിക്കാൻ അറിയില്ലേ? നന്ദിനി പറയും, സോറി സാർ, എഴുതി വെച്ചത് ഞാൻ കണ്ടില്ല, ഇപ്പോഴത്തേക്ക് വിടണം സാർ. അപ്പൊ അയാളേക്കും, അപ്പൊ ഇനി കറിയാൽ ശിക്ഷിക്കണം എന്നാണോ? ഇനി ഒരിക്കലും ഞാൻ ഈ വഴി വരില്ല സാർ. വിനയങ്ങനെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. സെക്യൂരിറ്റി പറയും, പിടിച്ചിറക്കിക്കൊണ്ട് പോകണം. വിനയം പറയും, വാടി നന്ദിനി, താങ്ക് യു എന്ന് രണ്ടുപേരോടും കൈകൂപ്പി പറഞ്ഞുകൊണ്ട് ഇവരോടൊപ്പം പോവാണേ. പുറത്തിറങ്ങി കഴിഞ്ഞ വിക്രം ചോദിക്കും, നന്ദിനി അടുത്തി, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? നന്ദിനി പറയും, നീ ഒരു അക്ഷരം വേണ്ടത്, ഇവിടുന്ന് നേരെ പോയാ നിലവറയിലേക്കാണെന്ന് നിന്റെ ഭാര്യയല്ലേടാ പറഞ്ഞത്? കോപ്പാണ് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും. ഇത് കേൾക്കുമ്പോ അവര് ചിരിക്കണേ. നന്ദിനി അതും പറഞ്ഞു പോകും. വിനായകൻ പറയും, ഇന്റർനാഷണൽ പരാജയമേ എന്ന് വിളിച്ചുകൊണ്ട് പോവാണേ. വിശ്വം ചോദിക്കും വിക്രത്തിന്റെ അടുത്ത്, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നതൊക്കെ പറയാം. ചുമ്മാ ചേട്ടാ എന്ന് പറഞ്ഞ വിക്രവും വിശ്വവും കൂടെ ചിരിച്ചുകൊണ്ട് പോവാണ് അവരോടൊപ്പം. അങ്ങനെ ശേഷം അവരുടെ വണ്ടി പിന്നെ പോകുന്നത് മറ്റൊരു ക്ഷേത്രത്തിലാണ്. അങ്ങനെ വണ്ടി അവിടെ നിർത്തുമ്പോൾ വിശ്വം പറയും, ആ ശുചീന്ദ്ര ക്ഷേത്രം എത്തി. പിന്നെ നന്ദിനി അമ്പലത്തിലെ ഗുഹ അന്വേഷിച്ച് പോരുത് ട്ടോ, അവിടുന്ന് രക്ഷപ്പെട്ടതുപോലെ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് വരില്ല. എല്ലാരും ചിരിക്കും. കമല പറയും, മതി വിട്ടേക്ക്, അവൾക്കൊരബദ്ധം പറ്റിയതല്ലേ. മാഷി പറയും, നട അടയ്ക്ക് മുമ്പ് തൊഴുതു വരാം എന്ന് പറഞ്ഞ അവരെല്ലാരും ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്രീജ പറയും, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് വരാൻ പറ്റില്ല. എന്നാ വിശ്വം ശ്രീജയോടൊപ്പം നിൽക്ക് എന്ന് കമലമ്മ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ തൊഴാൻ വേണ്ടി എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ കമല വയ്ക്കും, മാഷ് വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ അവർ പോവാട്ടോ. വിക്രം, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് മാഷി വിക്രമിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ഇവര് രണ്ടാളും ഒരു ക്ഷേത്രത്തിന്റെ, അതായത് ആ ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദിനി പിന്നാലോടെ വന്ന് ഇവര് പറയുന്നത് കേൾക്കാനായി ഒളിഞ്ഞു നിൽക്കാണ്. അങ്ങനെ മാഷു പറയണേ, കുറച്ച് ദിവസമായി നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അതിനു പറ്റിയ സന്ദർഭം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോ അതിനു പറ്റിയ സന്ദർഭവും സ്ഥലവും അത് ചോദിക്കാൻ വേറെ ഇല്ലെന്നൊരു തോന്നൽ. ജീവിതത്തിൽ ഇത്രയും നാളും ഞാനൊരു വിശ്വാസത്തിലാണ് ജീവിച്ചത്. എനിക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത വലിയൊരു തെറ്റ് ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു മകന്റെ പിതാവാണ് ഞാൻ. അതൊരിക്കൽ പോലും വീണ്ടും വിചാരത്തിൽ എടുക്കണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഇടയായി അങ്ങനെ ഒരു തോന്നൽ. ശരിക്കും വേദയാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത്. ഈ സമയം ഇതെല്ലാം നന്ദിനി കേൾക്കുന്നുണ്ട്. എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കാട്ടോ. അങ്ങനെ വിക്രമാണി ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണേ. മാഷു പറയും, ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുപ്രസിദ്ധമായൊരു ആചാരം കാലങ്ങളോളം കൊണ്ടു നടന്നൊരു ക്ഷേത്രം ഇത്. ശുചീന്ദ്രൻ കൈമുക്കൽ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു ക്ഷേത്രം. നീ കേട്ടിട്ടുണ്ടോ? വിക്രം പറയും, കേട്ടിട്ടില്ലെന്ന്. അങ്ങനെ മാഷു പറയും, ഒരാള് തെറ്റ് ചെയ്താ അയാള് തെറ്റുകാരനല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ ചടങ്ങായിരുന്നു അത്. അമ്പലത്തിന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ എണ്ണ വെട്ടി തിളയ്ക്കുന്നുണ്ടാകും. അതിൽ കൈമുക്കി
രാജമുദ്രയുള്ള സ്വർണ്ണ നാണയം എടുക്കണം. 3 ദിവസം കഴിഞ്ഞ് കയ്യിലെ പാടൊക്കെ പോയെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിധിക്കും. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കും. ഫലത്തിൽ രാജാവിന്റെ മുന്നിൽ എല്ലാവരും കുറ്റക്കാരായി. കാലങ്ങളോളം നീണ്ടുനിന്ന ഈ ദുരാചാരം ബ്രിട്ടീഷുകാരാണ് നിർത്തലാക്കിയത്. ഇത് കേൾക്കുന്ന നന്ദിനി വിചാരിക്കും, ഇങ്ങനെ ഹിസ്റ്ററി ക്ലാസ് എടുക്കാനാണോ ഇങ്ങോട്ട് ഇവനെ കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പോ മാഷ് അവിടെ ചോദിക്കും, ഞാനിത് എന്തിനാ നിന്നോട് പറഞ്ഞെന്ന് മനസ്സിലായോ? വിക്രം ഒന്നും പറയുന്നില്ല. കുറ്റം ചെയ്തുവെന്ന ആരോപണവുമായി മുന്നിൽ നിൽക്കുന്നവരെ മുഴുവൻ കുറ്റക്കാരനായി വിധിക്കുന്ന മനസ്സ് പണ്ട് മാത്രമല്ല, അതിപ്പോഴും ഉണ്ട്. തെറ്റ് ചെയ്തവൻ അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോന്നല്ല, ചെയ്തിരിക്കാൻ എന്തെല്ലാം സാഹചര്യം ഉണ്ടെന്നാ നമ്മൾ ആലോചിക്കുക. ഞാനും അങ്ങനെയാണോ നിന്നെ വിധിച്ചതെന്നാ ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നത്. അത് നിന്റെ വായന്ന് തന്നെ എനിക്ക് കേൾക്കണം. വിക്രമിന്റെ മനസ്സും കിടന്ന പെടയാണേ. അങ്ങനെ മാഷ് പറയും, പണ്ടി ക്ഷേത്രം മുറ്റത്ത് വന്ന് സത്യം തെളിയിക്കാൻ ആളുകളുടെ കൈമുക്കിയത് തിളച്ച എണ്ണയിലായിരുന്നെങ്കിൽ ഇന്ന് തിളയ്ക്കുന്നത് എന്റെ നെഞ്ചാണ്. അതിൽ തൊട്ട് നീ സത്യം ചെയ്യണം. എന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടാണോ അന്ന് ജയിലിൽ പോയത്? വിക്രമിന്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. മാഷ് പറയും, ഇനി ഈ ഭാരം താങ്ങാനാവാത്തത് കൊണ്ട് ചോദിക്കാ, നീ ശരിക്ക് തെറ്റ് ചെയ്തോ അതോ? വിക്രം പറയും, അച്ഛന്റെ മുന്നിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനൊരു ചോദ്യം അഭിമുഖീകരിച്ച് നിൽക്കേണ്ടി വരുന്ന ഞാൻ ഇന്ന് വരെ വിചാരിച്ചിരുന്നില്ല. ആരാണ് ആ തെറ്റ് ചെയ്തതെന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത്. അത് ഞാൻ പറയില്ല. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. മാഷ് വല്ലാതൊരു ഞെട്ടല് വിക്രമിനെ നോക്കുക. വിക്രം പറയും, അന്ന് ഞാൻ ആ തെറ്റ് ഏറ്റെടുത്തതായിരുന്നു. അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അച്ഛൻ ജയിലിൽ പോകുന്നത് കാണാതിരിക്കുക എനിക്കത് ചെയ്തേ പറ്റൂന്ന് എനിക്കന്ന് തോന്നി. പിന്നെ അത് മാറ്റി പറ്റാത്ത വിധത്തില് കുരുക്കിലായിപ്പോയി ഞാൻ. മാഷെല്ലാം കേട്ട് ഞെട്ടലോട് കൂടെ വിക്രമിനെ നോക്കുകയാണ്. അതാരാണ് ചെയ്തതെന്ന് അച്ഛൻ എന്നോട് ഒരിക്കലും ചോദിക്കരുത്. മാഷ് വിക്രമിനെ ഇങ്ങനെ നോക്കുമ്പോ വിക്രം കരയണേ. മാഷും മോനെ എന്ന് വിളിച്ചിട്ട് കൈകൊണ്ട് തലയോടി എടുക്കണേ. മുടിയൊക്കെ ഇങ്ങനെ തലോടും, ചെറിയ കുഞ്ഞിനെ നോക്കുന്ന പോലെ. ശേഷം പൊന്നു മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുക. വിക്രമും ആ ഒരു സങ്കടത്തിലാണ്, എന്നാൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ അവസ്ഥയിലാണ് വിക്രമും. മാഷിങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് മതിയാവുന്നില്ല. നന്ദിനിയാണെങ്കിൽ ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ ഞെട്ടി നിൽക്കുകയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷുവും ശ്രീജയും അപ്പമോളും കൂടെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് വിഷും ഒരു വിളക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് ശ്രീജ ചോദിക്കുമ്പോൾ, ഇത് നമ്മുടെ ശ്രീ പ്രൊഡക്റ്റിൽ വെക്കാനുള്ള എൻ്റെ സമ്മാനമാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ശ്രീജയ്ക്കും ഭയങ്കര സന്തോഷമാവും. അപ്പം മോള് പറയും, എനിക്ക് വള അത് നമുക്ക് അപ്പുറത്തുനിന്ന് വാങ്ങിക്കാം. പിന്നെ വിഷേട്ടാ, നമുക്ക് മോളെ അടുത്ത വർഷം ഇവിടെ സ്കൂളിൽ ചേർത്തണം കേട്ടോ. അവ വിഷയം പറയും, പിന്നല്ലാതെ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞു, ഇനി നമ്മളിങ്ങനെ ഉയർന്നു വരും. ശ്രീജ പറയും, ഒന്ന് ക്ഷേത്രത്തിൽ പോയി തൊഴുതൂടായിരുന്നോ? ഏയ് ഞാനില്ല, അവിടെ പരാതി പറയാൻ ക്യൂ ആണേ. ദൈവങ്ങളെ ഞാനായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കോമഡി ആയിട്ട് പറയും കേട്ടോ. അങ്ങനെ അവര് വള വാങ്ങിക്കാൻ പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിനായകൻ ഇങ്ങനെ ആ ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള കൊത്തുപണികളൊക്കെ നോക്കി നിൽക്കുക. എന്ത് മനോഹരമായ കൊത്തുപണി, എന്താ ഭംഗി. അപ്പോഴായിരിക്കും നന്ദിനി ഓടി വരുന്നത്. കാരണം ആ ഒരു കാര്യം കണ്ട് ആ ഒരു ഷോക്കിൽ വരിക. നിങ്ങൾ ഇവിടെ എന്തോ കണ്ടോണ്ട് നിൽക്കുക മനുഷ്യ. എടി, വർഷങ്ങൾ പഴക്കമുള്ള അമ്പലല്ലേ, അതിന്റെ ചിത്രഭംഗി നോക്കി നിൽക്കുക. നന്ദിനി പറഞ്ഞു, നിങ്ങൾ ഇവിടെ നോക്കി നിന്നോ, അവിടെ കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ ആയിട്ട് വലിയ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുക. വിനായൻ ചോദിക്കും, ഡ്രാമയോ? ആ, കണ്ണീരിൽ ചൊരിയുന്ന ഒരു ഗദ്ഗത കഥ. നിങ്ങളുടെ അച്ഛൻ വിക്രമിനെ കൂട്ടി രഹസ്യമായി സംസാരിക്കാൻ പോയപ്പോ അതെന്താന്ന് കേൾക്കാൻ ഞാനും പിന്നാലെ പോയി. ആദ്യം നിങ്ങളുടെ അച്ഛൻ അവനെന്തോ ഹിസ്റ്ററി ക്ലാസ് എടുത്തു കൊടുത്ത്, അതായത് ഇവിടെ എന്തോ സത്യം തെളിയിക്കാനായി എന്തോ പരീക്ഷ, എന്തോ ഒരു പരീക്ഷണോ, കൈമുക്ക്. വിനായകൻ പറയും, സുഗീന്ദ്ര കൈമുക്ക്. ആ അത് തന്നെ. അപ്പോ വിനായകൻ പറയും, എടി അതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ നിർത്തലാക്കിയതാ. ആ അതായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ അച്ഛൻ ഇന്ന് വിക്രമിനെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു. നിങ്ങളുടെ അച്ഛന്റെ തിളയ്ക്കുന്ന നെഞ്ചിൽ കൈവച്ച് അവൻ ആ സത്യം പറയുകയും ചെയ്തു. വിനായകൻ ചോദിക്കും, എന്ത് സത്യം? അവൻ തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ കിടന്നേന്ന്. വിനായകൻ ഞെട്ടും, അയ്യോ അവൻ അങ്ങനെ പറഞ്ഞോ? നന്ദിനി പറയും, ആ പറഞ്ഞു. അല്ല, അത് കേട്ടപ്പോ നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ഞാൻ ഞെട്ടിയോ? നന്ദിനി പറയും, നല്ല അസലായിട്ട് ഞെട്ടി. വിനായകൻ പറയും, നിനക്ക് തോന്നിയതായിരിക്കും. അല്ലെന്നേ, തോന്നിയതല്ല. വിനായകൻ പറയും, അവൻ തെറ്റ് ചെയ്യാതെയാണ് ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞാ അതൊരു ഞെട്ടിക്കുന്ന വാർത്തയല്ലേ നന്ദിനി? ആണോ? അത് കേട്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഞെട്ടിയത്? വിനായകൻ പറയും, സത്യം, നിനക്കെന്നെ വിശ്വാസമല്ലേ? നന്ദിനി പറയും, ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്നോട് തുറന്നു പറയണം. വിനായകൻ ചോദിക്കും, പറ, എന്തുവാ? ഇപ്പൊ നിങ്ങൾ ഞെട്ടിയതുപോലെ വേദൻ നിങ്ങളെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ ഞെട്ടുന്നത് എന്തിനാണ്? അതെന്തിനാണെന്ന് ഇപ്പൊ എന്നോട് പറയണം. ഏതോ ഒരു വലിയ രസം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്നോട് പറഞ്ഞേ പറ്റൂ. വിനായകൻ പറയും, എടി അതങ്ങനെയൊന്നും ഇല്ല. ഉണ്ട് വിനയേട്ടാ. എങ്കിലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അമ്പലത്തിന്റെ മുന്നിലേക്ക് വാ, നമുക്ക് ആ പഴയ ആ കൈമുക്ക് അതൊന്നുകൂടെ അങ്ങ് ചെയ്യാം. അത്ര മനസ്സുറപ്പുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യ്. നീ എന്ത് ഭ്രാന്താടി പറയുന്നത്? തിളച്ച എണ്ണയിൽ കൈമുക്കിയാലേ കൈ പൊള്ളുന്നുള്ളത് ശാസ്ത്ര സത്യമാണ്. വിശ്വാസം കൊണ്ടൊന്നും ഇല്ലാതാവത്തില്ല. നന്ദിനി പറയും, ഇല്ലല്ലോ. അപ്പൊ ഭാര്യയുടെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കാത്തത് സത്യമുള്ള ആണുങ്ങൾ ചെയ്യേണ്ടതാണ്. ആ സത്യം നിങ്ങളിവിടെ പറയേണ്ടത്.
വിനായകൻ പറയും, എടി അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നന്ദിനി പറയും, മനസ്സിലായില്ലെങ്കിൽ ഞാൻ 1 2 തവണ പറയിപ്പിച്ചോളാം, സാരമില്ല. ഇനി നിങ്ങളെ ഞാനത് പറയിപ്പിക്കാതെ വിടില്ല. വിനായകൻ പറയും, എടി നന്ദിനി കുഴപ്പിക്കില്ലേ, അത് പണ്ട് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പൊ നീ ആവശ്യപ്പെടുന്നത്. പണ്ടത്തെ അല്ലേ, അത് തുറന്നു പറയുന്നോണ്ട് കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പറ. അങ്ങനെ നന്ദിനിയുടെ നിർബന്ധത്തില് വിനായകൻ പറയും, പറയാം, പക്ഷെ നീ ക്ഷമയോട് കൂടെ കേൾക്കണം. നന്ദിനി പറയും, നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ക്ഷമയോടെ കഴിയാനുള്ള ഒരു മനസ്സ് ഞാൻ കാണിച്ചില്ലേ, നിങ്ങൾ പറ വിനയേട്ടാ. പിന്നെയാണോ വാർത്ത കേൾക്കാൻ? പറയട്ടെ. വിനായകനാണെങ്കിൽ പറയാൻ പറ്റണില്ല. അത് വിക്രം ജയിലിൽ പോയത് അവൻ ചെയ്ത തെറ്റിനല്ല, ഞാൻ ചെയ്ത തെറ്റിനാ. ഇത് കേൾക്കുന്നതും നന്ദിനി അങ്ങ് ഞെട്ടിപ്പോകും. അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നിട്ട് നന്ദിനി ഷോക്കാവാണ്. നിങ്ങൾ എന്തൊക്കെയാ വിനയേട്ടേ പറയുന്നത്? വിനയം പറയും, ഇതാ നന്ദിനി സംഭവിച്ചത്. ദയവേത് ഇത് അച്ഛനും അമ്മയും അറിയരുത്. അവരറിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. നന്ദിനി പറയും, വിനയേട്ടാ ഇത് അമ്പലായിപ്പോയി, ഇല്ലെങ്കിൽ നിങ്ങളുടെ കരണക്കുറ്റി നോക്കി ഞാനൊന്ന് പൊട്ടിച്ചേനെ. നന്ദിനി പറയും, എനിക്ക് വേദയുടെ അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ അവളോട് മത്സരിച്ചിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്. അത് അവളോടുള്ള കുശുമ്പോണ്ടാ. അത് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനിയും കാണിക്കും. പക്ഷേ നിങ്ങൾ ഈ കാണിച്ചത് കൊടും ചതിയാണ്. കുടുംബത്തെ മുഴുവനായിട്ടാ നിങ്ങൾ ചതിച്ചത്. നാളെ എന്നെയും ചതിക്കത്തില്ലെന്ന് ആര് കണ്ടേ? വിനായകൻ പറയാം, അങ്ങനെയൊന്നും പറയില്ല നന്ദിനി. ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇത് അങ്ങനെ ഒരു സംഗതിയായി പോയി. വിക്രം പോലും ഇത് ആരോടും പറയാതെ ഒളിച്ചു വെക്കല്ലേ ചെയ്തത്. പ്ലീസ്, വിക്രം ആരോടും പറയില്ല, വേദയും ആരോടും പറയില്ലെന്നാ തോന്നുന്നത്. നീ പൊട്ട ബുദ്ധിയോട്ടൊന്നും പറഞ്ഞ് വിളിച്ചു പറയാൻ നിൽക്കരുത്. പ്ലീസ് നന്ദിനിയാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിൽ ഇങ്ങനെ വിനായകരെ കണ്ണുരുട്ടി നോക്കി നിൽക്കണേ. വിനായകൻ നന്ദിനിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നന്ദിനി ഇങ്ങനെ പുച്ഛത്തിൽ നിൽക്കണേ. അങ്ങനെ കേട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്